പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ സംസാരിക്കുന്നത് മൂന്ന് പരസ്പരം സാമ്യമുള്ള സ്കീമുകളെ സംബന്ധിച്ചാണ്. പരസ്പരം സാമ്യമുണ്ടെങ്കിലും ചില വ്യത്യസ്തതകളും ആ പദ്ധതിക്കുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അത് മാത്രം എടുത്ത് സംസാരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. BSBD അക്കൗണ്ട്, PMJDY അക്കൗണ്ട്, BSBD സ്മോൾ അക്കൗണ്ട്, അത് മാത്രമാണ് ഞാൻ ഈ വീഡിയോ കവർ ചെയ്യുന്നത്. പലപ്പോഴും ഇത് പരസ്പരം മാറിപ്പോകാറുണ്ട്, അല്ലെങ്കിൽ സൈമൾട്ടേനിയസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. വലിയ സാമ്യമുള്ളതാണ് ഈ അക്കൗണ്ടുകളൊക്കെ. BSBDയും PMJDയും അക്കൗണ്ട് ഏതാണ്ട് 90% സാമ്യമുണ്ടത്. ഏതാണ്ട് പരസ്പരം നമ്മൾ BSBD അക്കൗണ്ടിന് PMJDY അക്കൗണ്ടും PMJDY അക്കൗണ്ട് BSBD അക്കൗണ്ട് എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ സ്മോൾ അക്കൗണ്ടും. ഇത് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്. ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇപ്പോൾ പ്രൊമോഷൻ ടെസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ അത് കുറച്ചുകൂടി വിശദമായിട്ട് സംശയം വരാത്ത രീതിയിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തുക എന്നുള്ളതിലാണ് ഞാൻ അത് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാം, BSBD എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ ഭാഗമായിട്ട് തുടങ്ങിയിട്ടുള്ള RBI തുടങ്ങിയിട്ടുള്ള അക്കൗണ്ടാണ്. യഥാർത്ഥത്തിൽ BSBDയുടെ ആദ്യ രൂപം നോ ഫ്രിൽ അക്കൗണ്ട്, സീറോ ബാലൻസ് അക്കൗണ്ട് എന്നൊക്കെയായിരുന്നു. നവംബർ 24, 2005 RBIയുടെ ആദ്യത്തെ സർക്കുലർ വന്നത്. നവംബർ 24, 2005 RBI സർക്കുലറിൽ നോ ഫ്രിൽ അക്കൗണ്ട്, സീറോ ബാലൻസ് അക്കൗണ്ടുകൾ തുടങ്ങാൻ വേണ്ടി ബാങ്കുകളോട് പറഞ്ഞിരുന്നു. സാധാരണക്കായ വില്ലേജുകളിലുള്ള ബാങ്കിൽ അക്കൗണ്ട് ഇല്ലാത്ത, ബാങ്കിങ് സേവനങ്ങൾ ലഭിച്ചിട്ടില്ലാത്ത എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ലഭിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ സീറോ ബാലൻസ് തുടങ്ങാൻ പറ്റുന്ന മിനിമം സേവനങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള അക്കൗണ്ടുകൾ തുടങ്ങാൻ പറഞ്ഞിരുന്നു. എന്നാൽ അതിന്റെ പേര് സീറോ ബാലൻസ് അക്കൗണ്ട് അഥവാ നോ ഫ്രിൽ അക്കൗണ്ട് എന്നാണ്. എന്നാൽ ഇത്തരം പല പേരിൽ അറിയപ്പെടുന്ന ഓരോ ബാങ്കുകളും പല പേരിൽ ആരംഭിച്ച അക്കൗണ്ടുകളെ എല്ലാം യോജിപ്പിച്ചുകൊണ്ട് ഓഗസ്റ്റ് 17, 2012 BSBD അക്കൗണ്ട് പദ്ധതി RBI ആരംഭിച്ചു. ഇത്തരം അക്കൗണ്ടുകളൊക്കെ BSBD സ്കീമിലേക്ക് മാറ്റണമെന്നും ഇനി മുതൽ ഇത്തരം സീറോ ബാലൻസ് നോ ഫ്രിൽ അക്കൗണ്ടുകൾ BSBD അക്കൗണ്ട് എന്ന പേരിലാണ് അറിയപ്പെടുക എന്നും പറഞ്ഞിട്ട് 2012 ഓഗസ്റ്റ് 17 BSBDയുടെ സർക്കുലർ വന്നിട്ടുള്ളത്. ഇത് BSBD അക്കൗണ്ട്. BSBD എന്ന് പറഞ്ഞാൽ ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. BSBD ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. ഓഗസ്റ്റ് 17, 2012 അതിന്റെ സർക്കുലർ വന്നിട്ടുള്ളത്. ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട്, അടിസ്ഥാന സേവനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ആണ് BSBD. നോക്കൂ, BSBD is a regular savings account. BSBD is a regular savings account designed by the Reserve Bank of India to promote financial inclusion. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അടിസ്ഥാന സേവനങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അക്കൗണ്ടാണിത്. ഇറ്റ്സ് പ്രൈമറി എയിം ഈസ് ടു പ്രൊവൈഡ് ബേസിക് ബാങ്കിങ് സർവീസ് ടു ഓൾ സെഗ്മെന്റ് ഓഫ് ദ പോപ്പുലേഷൻ ആണ്. പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ വരുമാനം കുറഞ്ഞവർക്ക് അങ്ങനത്തെ പരിധിയൊന്നുമില്ല. എല്ലാ ജനങ്ങൾക്കും പ്രൈമറി എയിം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ടു പ്രൊവൈഡ് ബേസിക് ബാങ്കിങ് സേവനം, അടിസ്ഥാന ബാങ്കിങ് സേവനം, മിനിമം സേവനങ്ങൾ ടു ഓൾ സെഗ്മെന്റ് ഓഫ് ദ പോപ്പുലേഷൻ, എസ്പെഷ്യലി ദോസ് ഹു മൈറ്റ് നോട്ട് ഹാവ് ആക്സസ് ടു ട്രഡീഷണൽ ബാങ്കിങ്. പ്രത്യേകിച്ച് ട്രഡീഷണൽ ബാങ്കിങ് സേവനങ്ങൾ ലഭ്യമല്ലാത്ത, മിനിമം ബാലൻസ് സ്റ്റിപ്പുലേഷൻ കൊണ്ടും മറ്റ് കോംപ്ലക്സ് റൂൾസ് വെച്ചതുകൊണ്ടും മിനിമം ബാങ്കിങ് സേവനം ലഭിക്കാത്ത, അക്കൗണ്ട് ഇല്ലാത്തവരെ സ്പെഷ്യലായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. BSBD തന്നെ റെഗുലർ സേവിങ്സ് അക്കൗണ്ട് ആണ്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പ്രൈമറി എയിം ഈസ് ടു പ്രൊവൈഡ് ബേസിക് ബാങ്ക് സേവനം സർവീസ് ടു ഓൾ സെഗ്മെന്റ് ഓഫ് ദി പോപ്പുലേഷൻ ആണ്, എസ്പെഷ്യലി ദോസ് ഹു മൈറ്റ് നോട്ട് ഹാവ് ആക്സസ് ടു ട്രഡീഷണൽ ബാങ്കിങ്. എന്നാൽ പ്രത്യേകിച്ച് ബാങ്കിങ് സേവനങ്ങളൊന്നും ലഭ്യമല്ലാത്ത, മിനിമം ബാലൻസ് റിക്വയർമെന്റും മറ്റ് കഠിനമായ കോംപ്ലക്സ് പ്രൊസീജിയറൊക്കെ ഉണ്ടായതുകൊണ്ട് അക്കൗണ്ട് എടുക്കാൻ പറ്റാത്തവരൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് BSBD ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് സ്കീം ആരംഭിച്ചത് ഓഗസ്റ്റ് 14, 2012. ഓഗസ്റ്റ് 17, 2012 ആരംഭിച്ചത്. നോക്കൂ, ഇനി BSBD അക്കൗണ്ടിന്റെ പ്രത്യേകത എന്താണ്? സീറോ ബാലൻസ് ആണ്. ഇറ്റ് ക്യാൻ ഓപ്പൺ ആൻഡ് ഓപ്പറേറ്റ് വിത്ത് സീറോ ബാലൻസ്. നോ മിനിമം ബാലൻസ് ഈസ് റിക്വയർഡ് ടു ബി മെയിൻറ്റെയിൻഡ്.
സീറോ ബാലൻസിൽ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും കഴിയണം, ഓപ്പറേറ്റ് ചെയ്യാനും കഴിയണം. സീറോ ബാലൻസിൽ ഓപ്പൺ ചെയ്യൽ മാത്രമല്ല, ഒരിക്കലും പിന്നെ മിനിമം ബാലൻസ് സ്റ്റിപ്പുലേഷൻ ഉണ്ടാവാൻ പാടില്ല. അതാണ് വളരെ ഒരു പ്രത്യേകത. സീറോ ബാലൻസിൽ ഓപ്പൺ ചെയ്യാൻ കഴിയണം, ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയണം. ബേസിക് ഫെസിലിറ്റീസ് അറ്റ് ഫ്രീ ഓഫ് ചാർജ്. കുറച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരു ചാർജും ഈടാക്കാതെ നൽകണം. ഏതൊക്കെയാണ്? ക്യാഷ് ഡെപ്പോസിറ്റ്സ്, വിഡ്രോവൽസ്, ക്യാഷ് വിഡ്രോവൽസ് അറ്റ് ബ്രാഞ്ചസ് ആൻഡ് ATMs, റെസീറ്റ്, ക്രെഡിറ്റ് ഓഫ് മണി ത്രൂ ഇലക്ട്രോണിക് പേയ്മെന്റ് ചാനൽസ്. അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയണം, റെസീറ്റ് ചെയ്യാൻ പറ്റണം, ക്രെഡിറ്റ് ചെയ്യാൻ പറ്റണം ത്രൂ ഇലക്ട്രോണിക് പേയ്മെന്റ് ചാനൽസ്. ആൻഡ് ആൻ ATM ഡെബിറ്റ് കാർഡ്. ഒരു ATM ഡെബിറ്റ് കാർഡ് ഫ്രീ ആയിട്ട് നൽകണം. ഫ്രീ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യണം, ഫ്രീ ആയിട്ട് വിഡ്രോവൽ ചെയ്യാൻ പറ്റണം. ATMിലൂടെ ATMിലൂടെ റെമിറ്റ് ചെയ്യാൻ പറ്റണം, ATMിലൂടെ വിഡ്രോ ചെയ്യാൻ കഴിയണം. ഇലക്ട്രോണിക് ട്രാൻസ്ഫർ ആയിട്ട് ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്തു കൊടുക്കണം, ചെക്ക് കളക്ഷൻ പറ്റണം. ഇതൊക്കെയാണ് അടിസ്ഥാന സേവനം. ഫ്രീ ATM ഡെബിറ്റ് കാർഡ്, ഒരു ATM ഡെബിറ്റ് കാർഡ് ഫ്രീ ഓഫ് കോസ്റ്റ്, ഒരു ചാർജും ഈടാക്കാതെ നൽകണം. സീറോ ബാലൻസ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റണം. ഇത്തരം ബേസിക്, ഈ പറഞ്ഞ ബേസിക് സേവനങ്ങൾ അറ്റ് ഫ്രീ ഓഫ് കോസ്റ്റിൽ നൽകാൻ കഴിയണം. എന്നാൽ വിഡ്രോവൽസ് ഫ്രീ എന്ന് പറയുമ്പോൾ അതിനൊരു റെസ്ട്രിക്ഷൻ ഉണ്ട്. മൂന്നാമത്തെ പോയിന്റ് നോക്കൂ. ഫ്രീ വിഡ്രോവൽസ് എന്ന് പറയുന്നുണ്ടെങ്കിലും മിനിമം ഓഫ് 4 വിഡ്രോവൽസ് ആണ് പറയുന്നത്. മാക്സിമം നിങ്ങൾക്ക് എത്രയും കൊടുക്കാം ബാങ്കുകൾക്ക് വേണമെങ്കിൽ. പക്ഷെ മിനിമം 4 വിഡ്രോവൽസ് അറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് പെർ മന്ത്. ഒരു മാസത്തിൽ ചുരുങ്ങിയത് 4 വിഡ്രോവൽസ് ഫ്രീ ഓഫ് കോസ്റ്റ്. അത് ATMിലൂടെ ആയാലും ശരി, ATMിലൂടെ ബാലൻസ് ചെക്കും ഒരു വിഡ്രോവൽ ആയിട്ട് വരും, കൗണ്ടറിലൂടെ വാങ്ങിയാലും ശരി, മിനിമം 4 വിഡ്രോവൽസ് അറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് കൊടുക്കണം. ATMിൽ ക്യാഷ് ബാലൻസ് ചെക്ക് ചെയ്താൽ ഒരു വിഡ്രോവൽ ആയിട്ട് പരിഗണിക്കും, കോസ്റ്റ് ഇല്ലാതെ. അതിനുശേഷം ചാർജ് വേണ്ടി ഈടായിക്കോളൂ. ഇനി ഏതെങ്കിലും ബാങ്കുകൾക്ക് 5 or 6 കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അവർക്ക് കൊടുക്കാം. പക്ഷെ മിനിമം കൊടുത്തിരിക്കണം. ഇതാണ് ഒരു കണ്ടീഷൻ. മറ്റൊന്ന്, നോ അതർ സേവിങ്സ് അക്കൗണ്ട്. ബേസിക് ബാങ്കിങ് BSBDA അക്കൗണ്ട് തുടങ്ങിയവർക്ക് മറ്റൊരു SP അക്കൗണ്ട് ഉണ്ടാവാൻ പാടില്ല. FD ആവാം. ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് തുടങ്ങിയവർക്ക് മറ്റൊരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഒരു 30 ദിവസത്തിനുള്ളിൽ ക്ലോസ് ചെയ്യണം. ഉള്ളവർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റൊരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് 30 ഡേയ്സിനുള്ളിൽ ക്ലോസ് ചെയ്തിരിക്കണം. മറ്റൊരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകുമ്പോൾ. ഇത്രയാണ് ഇതിന്റെ കണ്ടീഷൻ. BSBDA അക്കൗണ്ട് ഉള്ളവർക്ക് തുടങ്ങുമ്പോൾ മറ്റൊരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഓൾറെഡി ഉണ്ടെങ്കിൽ ഈ അക്കൗണ്ട് തുടങ്ങിയിട്ട് ഒരു മാസം എത്തുന്നതിന് മുമ്പേ മറ്റു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യണം. FD അക്കൗണ്ടൊക്കെ ആകും. ഇതാണ് BSBDA അക്കൗണ്ട് പ്രത്യേകത. നോക്കൂ. എന്നാൽ പ്രധാനമന്ത്രി ജൻധൻ യോജന എന്താണ്? PMJDY എന്താണ്? ഇത് രണ്ടുമാണ് പേര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഉപയോഗിക്കുന്നത്. തെറ്റൊന്നുമില്ല അതിൽ. PMJDY എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നാഷണൽ മിഷനാണ്, ഒരു അക്കൗണ്ട് പദ്ധതിയല്ല. ഇതൊരു നാഷണൽ മിഷനാണ്. ഫോർ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ സാധ്യമാകാൻ വേണ്ടിയിട്ടാണ് RBI BSBDA അക്കൗണ്ട് ചുരുങ്ങിയ ചെലവിൽ ആരംഭിക്കാൻ പറ്റുന്ന, എല്ലാവർക്കും ബാങ്കിങ് സേവനം ആക്സസ് ചെയ്യാൻ പറ്റുന്ന ലളിതമായ വ്യവസ്ഥയുള്ള BSBDA അക്കൗണ്ട് കണ്ടുപിടിച്ചിട്ടുള്ളത്. എന്നാൽ ആ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് എല്ലാവർക്കും പിന്നെ ബാങ്കിങ് സേവനം ലഭ്യമാക്കാനുള്ള കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന. കേന്ദ്ര ധനകാര്യ വകുപ്പിന്റെ കീഴിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസ് DFS ആണ് ഈ പദ്ധതി ലോഞ്ച് ചെയ്തത്. ഇതൊരു മിഷനാണ്, ഇതൊരു അക്കൗണ്ട് സ്കീമല്ല, ഇതൊരു മിഷനാണ്. PMJDY is a national mission for financial inclusion launched by government of India. Its objective is to ensure access to a comprehensive range of financial service. BSBDA എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ലഭ്യമാക്കാൻ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെങ്കിൽ ഇത് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് മാത്രമല്ല, കോംപ്രഹെൻസീവ് റേഞ്ച് ഓഫ് ഫിനാൻഷ്യൽ സർവീസ് ആണ് പറയുന്നത്. ധാരാളം ഫിനാൻഷ്യൽ സർവീസ്, മൈക്രോ ഇൻഷുറൻസ്, പെൻഷൻ സ്കീം, DBT, അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള കോംപ്രഹെൻസീവ് ആയിട്ടൊരു പദ്ധതിയാണ്. BSBDA അക്കൗണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ലളിത വ്യവസ്ഥയിൽ തുടങ്ങാൻ പറ്റുന്ന മിനിമം ബാലൻസ് ഇല്ലാത്ത BSBDA അക്കൗണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സേവനം, ധനകാര്യ സേവനങ്ങൾ ഉറപ്പുവരുത്താനുള്ള ഒരു നാഷണൽ മിഷനാണ് PMJDY, പ്രധാനമന്ത്രി ജൻധൻ യോജന. നോക്കൂ, ഏതാണ് കോംപ്രിഹെൻസീവ് ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറഞ്ഞാൽ? ഇൻക്ലൂഡിംഗ് ബേസിക് സേവിങ്സ്, ഡെപ്പോസിറ്റ് അക്കൗണ്ട്, റെമിറ്റൻസ്, ക്രെഡിറ്റ് ഫെസിലിറ്റി, ഇൻഷുറൻസ് ആൻഡ് പെൻഷൻ ഇൻ ആൻ അഫോർഡബിൾ മാനർ. സോഷ്യൽ സെക്യൂരിറ്റി സ്കീം, ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ PMJJBY, PMSBY, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, അടൽ പെൻഷൻ യോജന, പെൻഷൻ സ്കീം. ഇതൊക്കെ സേവനം, മൈക്രോ ഇൻഷുറൻസ് പദ്ധതികളായാലും ഇതൊക്കെ എത്തിക്കുക എന്നുള്ള ബൃഹത്ത് കോംപ്രിഹെൻസീവ് സർവീസാണ്. BSBDA ഒരു അക്കൗണ്ട് തുടങ്ങുക
എല്ലാവർക്കും അക്കൗണ്ട് എന്നുള്ളതാണ് ലക്ഷ്യം വെച്ചെങ്കിൽ ഇതൊരു കോംപ്രഹെൻസീവ് VSBD അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇത് കോംപ്രഹെൻസീവ് ആയ ഒരു പദ്ധതിയാണ്. ഈ പദ്ധതി ലോഞ്ച് ചെയ്തിട്ടുള്ള August 14, 2014 VSBD August 17, 2012 PMJDY പദ്ധതി നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് August 15, 2014 അത് August 28, 2014 ലോഞ്ച് ചെയ്തത്. August 15, 2014 ഇത് പ്രഖ്യാപിച്ചു. August 28, 2014 ഇത് ലോഞ്ച് ചെയ്തു. നോക്കൂ, PMJDY account are essentially BSBD accounts by nature, but additional facilities and benefit provided under the government scheme. PMJDY അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ PMJDY പദ്ധതിയിൽ ആരംഭിക്കുന്നതൊക്കെ BSBD അക്കൗണ്ടുകളാണ്. പക്ഷേ BSBD ഉള്ളതിന് ഉപരിയായി BSBD ഞാൻ ആദ്യം പറഞ്ഞു, സീറോ ബാലൻസ് തുടങ്ങാം, ഫോർ വിഡ്രോവൽസ് ഫ്രീ ഓഫ് കോസ്റ്റ് കൊടുക്കണം, മറ്റ് സേവനങ്ങളൊക്കെ കൊടുക്കണം, ഫ്രീ ATM ഡെബിറ്റ് കാർഡ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അതിനുപരിയായ ചില ബെനിഫിറ്റുകളും PMJDY പദ്ധതിയിലുണ്ട്. അതാണ് പ്രത്യേകത. PMJDY account are essentially BSBD accounts by nature, but with additional facilities and benefits provided under the government scheme. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, അഡീഷണൽ ഫീച്ചേഴ്സ് BSBD ഇല്ലാത്ത അല്ലെങ്കിൽ അതിനുപരിയായിട്ടുള്ള അഡീഷണൽ ഫീച്ചേഴ്സ് എന്താണ്? റൂപേ ഡെബിറ്റ് കാർഡ്. BSBD എനി ഡെബിറ്റ് കാർഡാണ് പറഞ്ഞത്. BSBD ഫ്രീ ഓഫ് കോസ്റ്റ് ഒരു ഡെബിറ്റ് കാർഡ് കൊടുക്കാൻ പറഞ്ഞു. ഇവിടെ റൂപേ ഡെബിറ്റ് കാർഡാണ് കൊടുക്കേണ്ടത്. അതാണ് ഒരു പ്രത്യേകത. റൂപേ കാർഡ് തന്നെ കൊടുക്കണം. BSBD റൂപേ കാർഡോ വിസ കാർഡോ അല്ലെങ്കിൽ മാസ്റ്റർ കാർഡോ ഏത് കൊടുത്താലും മതി. എന്നാൽ BSBD പദ്ധതിയിൽ റൂപേ ഡെബിറ്റ് കാർഡ് കൊടുക്കണം. കാരണം റൂപേ ഡെബിറ്റ് കാർഡിന്റെ കൂടെ ഇൻബിൽട്ട് ആയിട്ട് ആക്സിഡന്റ് ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. ആദ്യം 1 ലക്ഷമായിരുന്നു. എന്നാൽ 28/8/2018 മുതൽ 2 lakhs ആക്കി ഉയർത്തി. ഇനീഷ്യലി ഇറ്റ് ഈസ് 1 lakh. അത് റൂപേ കാർഡിന്റെ ഇൻബിൽറ്റ് ഫെസിലിറ്റിയാണ്. അത് ലഭ്യമാക്കാൻ വേണ്ടിയിട്ടാണ് റൂപേ കാർഡ് തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞത്. മാത്രമല്ല, ഇനീഷ്യലി ലൈഫ് ഇൻഷുറൻസ് കവറേജ് കവർ അപ് ടു 30,000 ഫോർ എലിജിബിൾ അക്കൗണ്ട് ഹോൾഡേഴ്സ് ഫോർ ദ ഫസ്റ്റ് ടൈം ബിറ്റ്വീൻ ലോഞ്ച് ചെയ്ത August 15, 2014 to 31/1/2015 വരെ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. ലൈഫ് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഉണ്ട്. ഇനി സക്സസ്ഫുൾ ആയിട്ട് 6 മാസം ഓപ്പറേറ്റ് ചെയ്താൽ 10,000 ഓവർ ഡ്രാഫ്റ്റ് കൊടുക്കാം. ക്രെഡിറ്റിലും ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ടാണിത്. അക്കൗണ്ട് തുടങ്ങുക മാത്രമല്ല, ക്രെഡിറ്റും എല്ലാവർക്കും ലഭ്യമാക്കുകയാണ്. OD ഫെസിലിറ്റി അപ് ടു 10,000 ആഫ്റ്റർ സാറ്റിസ്ഫാക്ടറി ഓപ്പറേഷൻ ഓഫ് അക്കൗണ്ട് ഫോർ 6 months. ഒരു BSBD അക്കൗണ്ട് തുടങ്ങി, PMJD പദ്ധതിയിൽ BSBD അക്കൗണ്ട് തുടങ്ങി 6 മാസം കഴിഞ്ഞാൽ വേണമെങ്കിൽ 10,000 OD നൽകാം. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ DBT. ദ അക്കൗണ്ട് ഈസ് സ്പെഷ്യലി ഡിസൈൻഡ് ടു ഫെസിലിറ്റേറ്റ് ദ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഓഫ് ഗവൺമെന്റ് സബ്സിഡീസ് ആൻഡ് ബെനിഫിറ്റ്. ഗവൺമെന്റിന്റെ സബ്സിഡികൾ, പെൻഷൻസുകൾ, ബെനിഫിറ്റ്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടി DBT എനേബിൾ ആക്കണം. DBT സേവനം ഉണ്ടായിരിക്കണം. ആക്സസ് ടു അതർ സ്കീംസ്. PMJDY, PMJJBY, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ PMJDY സ്കീമിൽ ഉള്ള അക്കൗണ്ട് PMJJBY ലിങ്ക് ചെയ്യണം, PMSBY ലിങ്ക് ചെയ്യാം. APY എലിജിബിൾ ആയവർക്കൊക്കെ APY അടൽ പെൻഷൻ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, APY അടൽ പെൻഷൻ യോജനയൊക്കെ ഈ PMJDY പദ്ധതിയിൽ ആവിഷ്കരിച്ച BSBD അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് നടപ്പിലാക്കുന്നത്. ഇതാണ് BSBD അക്കൗണ്ടിന് ഉള്ളതിലുപരിയായി PMJDY പദ്ധതിയിൽ BSBD അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ നൽകേണ്ട സഹായങ്ങൾ അല്ലെങ്കിൽ അഡീഷണൽ ബെനിഫിറ്റ്. BSBD ഞാൻ പറഞ്ഞു, ഒരു ATM കാർഡ് കിട്ടണം, സീറോ ബാലൻസ് ഓപ്പൺ ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും പറ്റണം, ഫ്രീ ആയിട്ട് വിഡ്രോ ചെയ്യാനും ഫ്രീ ആയിട്ട് അടക്കാൻ പറ്റണം, മറ്റൊരു അക്കൗണ്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അത് മാത്രമല്ല, ഫ്രീ റൂപേ ഡെബിറ്റ് കാർഡാണ് കൊടുക്കേണ്ടത്. ഇതിൽ PMJDY പദ്ധതിയിലാണ് BSBD ഇനി കാർഡ് കൊടുക്കാം. എന്നാൽ PMJDY പദ്ധതിയിലാണ് BSBD അക്കൗണ്ട് തുടങ്ങിയെങ്കിൽ റൂപേ ഡെബിറ്റ് കാർഡ് കൊടുക്കണം. അഡീഷണൽ ബെനിഫിറ്റ് ഇതൊക്കെ ഉണ്ട്. BSBD അക്കൗണ്ട് തുടങ്ങാൻ പാൻ കാർഡ് വേണ്ടെന്ന് പറഞ്ഞേ. BSBD അക്കൗണ്ട് KYC കംപ്ലീറ്റ് അക്കൗണ്ടാണ്, KYC ഒക്കെ വേണം BSBDക്ക്. എന്നാൽ അത് ആരംഭിക്കാൻ പാൻ കാർഡ് വേണമെന്നില്ല. എന്നാൽ 50,000 രൂപയിൽ ക്യാഷ് നിക്ഷേപിക്കുമ്പോൾ പാൻ കാർഡ് വേണം. ഏത് അക്കൗണ്ട് ആയാലും എല്ലാ അക്കൗണ്ട് തുടങ്ങാനും പാൻ കാർഡ് വേണം. BSBD അക്കൗണ്ട് തുടങ്ങാൻ പാൻ കാർഡ് നിർബന്ധമില്ല. ഉണ്ടായ വെൽ ആൻഡ് ഗുഡ്. BSBD പാവപ്പെട്ടവരുടെ അക്കൗണ്ട് ഒന്നുമില്ല. അത് PMJDY വരുമ്പോൾ അങ്ങനെ BSBD ആർക്ക് വേണമെങ്കിൽ തുടങ്ങാം. ഒരു ഇൻകം സ്റ്റിപ്പുലേഷനും ഇല്ല. 10 വയസ്സിന് ശേഷമുള്ള ആർക്ക് വേണമെങ്കിൽ അക്കൗണ്ട് തുടങ്ങാം. എത്ര രൂപ വേണമെങ്കിൽ അക്കൗണ്ട് അടക്കാം. പക്ഷേ പാൻ കാർഡ് വാങ്ങിയാൽ എത്ര രൂപ അടക്കാം. പാൻ കാർഡ് ഇല്ലെങ്കിൽ 50,000 മേലെ ക്യാഷ് അതിൽ അടക്കാൻ പറ്റില്ല. അപ്പൊ അക്കൗണ്ട് ആരംഭിക്കാൻ പാൻ കാർഡ് വേണമെന്നില്ല. എന്നാൽ 50,000 മേലെ ക്യാഷ് അടക്കണമെങ്കിൽ പാൻ കാർഡ് വേണം. BSBD ഈസ് ദ ഫൗണ്ടേഷണൽ അക്കൗണ്ട് ടൈപ്പ് വിത്ത് എസെൻഷ്യൽ ബാങ്കിങ് സർവീസസ് അറ്റ് മിനിമം ബാലൻസ്. അതാണ് മിനിമം
നോക്കൂ, ബാങ്കിങ് സർവീസ് ആൻഡ് നോ മിനിമം ബാലൻസ്, ഒരു ബാലൻസും ഇല്ലാതെ, മിനിമം ബാലൻസ് സ്റ്റിപ്പുലേഷൻ ഇല്ല, എസെൻഷ്യൽ ബാങ്കിങ് സർവീസ് ഒക്കെ ഉപയോഗപ്പെടുത്താനുള്ള ഒരു ഫൗണ്ടേഷണൽ അക്കൗണ്ട് ആണ് BSBDI. കമ്പയർ ചെയ്യാണ്. PMJDY ഈസ് എ സ്പെസിഫിക് ഗവൺമെന്റ് സ്കീം. എന്നാൽ PMJDY എന്ന സർക്കാരിന്റെ ഒരു പ്രത്യേക സ്കീമാണ്. ദാറ്റ് യൂട്ടിലൈസ് BSBDI ഫ്രെയിംവർക്ക്. BSBDI അക്കൗണ്ടിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സർക്കാരിന്റെ ഒരു പ്രത്യേക പദ്ധതിയാണ് PMJDY. ഏഡ് എക്സ്ട്രാ ബെനിഫിറ്റ്. BSBDI അക്കൗണ്ടില്ലാത്ത എക്സ്ട്രാ ബെനിഫിറ്റ് എന്താണ്? ഇൻഷുറൻസ്, ഓവർഡ്രാഫ്റ്റ്, DBT ഫെസിലിറ്റേഷൻ ആൻഡ് ഫർദർ പ്രൊമോട്ട് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ആൻഡ് സർവീസ് സ്പെസിഫിക് ഗവൺമെന്റ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് സെർവ് ഫർദർ പ്രൊമോട്ട് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ആൻഡ് സെർവ് സ്പെസിഫിക് ഗവൺമെന്റ് ഒബ്ജക്റ്റീവ്സ്. സർക്കാരിന്റെ മറ്റേ പ്രത്യേക ലക്ഷ്യങ്ങളൊക്കെ പ്രാപ്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. മൈക്രോ ഇൻഷുറൻസ്, DBT ഒക്കെ. സോ ഓൾ PMJDY അക്കൗണ്ട്സ് ആർ BSBDI അക്കൗണ്ട്സ്. നോക്കൂ, എല്ലാ PMJDY അക്കൗണ്ടും BSBDI അക്കൗണ്ട്സ് ആണ്. എന്നാൽ ബട്ട് നോട്ട് ഓൾ BSBDI അക്കൗണ്ട്സ് നെസർലി കം വിത്ത് ഫുൾ റേഞ്ച് ഓഫ് PMJDY ബെനിഫിറ്റ്സ് അൺലെസ് ദേ വെർ ഓപ്പൺഡ് അണ്ടർ PMJDY സ്കീം. PMJDY സ്കീമിലല്ല ഓപ്പൺ ചെയ്തെങ്കിൽ എല്ലാ BSBDIകൾക്കും PMJDY ബെനിഫിറ്റ് ഇല്ല. എല്ലാ PMJDY അക്കൗണ്ടും BSBDI ആണ്. എന്നാൽ എല്ലാ BSBDI അക്കൗണ്ടും PMJDY അക്കൗണ്ട് ആണ് എന്ന് പറയാൻ പറ്റില്ല എന്നർത്ഥം. അത് PMJDY സ്കീമിൽ ഓപ്പൺ ചെയ്താൽ മാത്രമേ ആ അഡീഷണൽ ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. നോക്കൂ, ഇനി BSBDI സ്മോൾ അക്കൗണ്ട്. ഞാൻ BSBDI അക്കൗണ്ട്, ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ടിനെ പറ്റി പറഞ്ഞു, PMJDY അക്കൗണ്ടിനെ പറ്റി പറഞ്ഞു. അതിനെ കമ്പയർ ചെയ്തു. രണ്ടും ഒന്ന് തന്നെയാണ് ഏതാണ്ട്. എന്നാൽ PMJDYയിലാണെങ്കിൽ കൂടുതൽ അഡീഷണൽ ബെനിഫിറ്റ് ഉണ്ട്. PMJDY ഒരു സർക്കാരിന്റെ മിഷനാണ്, ഒരു പദ്ധതിയാണ്. BSBDI ഒരു അക്കൗണ്ട് സ്കീമാണ്. ആ അക്കൗണ്ട് സ്കീം ഉപയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് PMJDY. ഇനി ഇവിടെ നോക്കൂ, BSBDI സ്മോൾ അക്കൗണ്ട് എന്താണ്? എന്നാൽ KYC ഏറ്റവും പ്രധാനം. നോ KYC റൂൾ. KYC റൂൾ ഷാൽ നോട്ട് അപ്ലൈ ടു സ്മോൾ അക്കൗണ്ട്. ഈ അക്കൗണ്ട് KYC റൂൾ ഒന്നും ബാധകമല്ല. KYC വേണ്ട. സെൽഫ് ഡിക്ലറേഷനും ഫോട്ടോയും കൊണ്ടുവന്ന് മാനേജർ ഓതറൈസ്ഡ് ഓഫീസർ, മാനേജർ, ഡെസിഗ്നേറ്റഡ് ഓഫീസർ എന്റെ മുമ്പിൽ സൈൻ ചെയ്തു എന്ന് ഒപ്പുവെച്ചാൽ ഈ അക്കൗണ്ട് ആരംഭിക്കാം. The bank shall obtain a self-attested photograph from the customer. കസ്റ്റമറിന് സെൽഫ് അറ്റച്ച് ഫോട്ടോഗ്രാഫും അഡ്രസ്സും വാങ്ങിക്കഴിഞ്ഞാൽ, ഡിക്ലറേഷൻ വാങ്ങി ബാങ്കിലെ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥൻ സർട്ടിഫൈ ചെയ്താൽ അയാൾക്ക് അക്കൗണ്ട് തുടങ്ങാം. The designated officer of the bank certify under his signature that the person opening the account has affixed his signature or thumb impression in his presence. എന്റെ മുമ്പാകെയാണ് ഒപ്പിട്ട് എന്ന് സർട്ടിഫൈ ചെയ്ത് ബാങ്കിലെ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥനൊപ്പം സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ അക്കൗണ്ട് ആരംഭിക്കാം. സീറോ ബാലൻസ് BSBDI ആണല്ലോ. വിത്ത് സീറോ ബാലൻസ്, ഒരു OVDയും വേണ്ട. ഒരു അഡ്രസ് പ്രൂഫും ഇല്ലാത്തവർക്കാണിത്. അഡ്രസ് പ്രൂഫുകളൊന്നും ഇല്ലാത്തവർക്കുള്ള വേണ്ടെന്നല്ല. ഒരു OVD അറിയാലോ, 6 OVD, ആധാർ കാർഡ്, ഇലക്ട്രൽ ID, ഡ്രൈവിംഗ് ലൈസൻസ്, NRA GGA ജോബ് കാർഡ്, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് പ്രകാരമുള്ള ജോബ് കാർഡ്, NPR നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ, ഇലക്ട്രൽ കാർഡ്, അങ്ങനെ 6 OVDയുടെ ഒരു OVD, 6ൽ ഒരു OVDയും ഒഫീഷ്യൽ വാലിഡ് ഡോക്യുമെന്റും ഇല്ലാത്തവർക്കാണ് സ്മോൾ അക്കൗണ്ട്. സെൽഫ് ഡിക്ലറേഷൻ മതി, മാനേജർ. നോക്കൂ, ഇനി പ്രൊവൈഡ് ദാറ്റ്, അതായത് പ്രിസണർ, ജയിലിലുള്ള പ്രിസണർ ആണെങ്കിൽ ഈ ബാങ്ക് മാനേജർ മുമ്പാകെ അല്ല ഒപ്പിടേണ്ടത്. ജയിൽ ഓഫീസർ ഇൻ ചാർജ് ഓഫ് ദ ജയിലിലെ ഓഫീസർ ഇൻ ചാർജിന്റെ മുമ്പാകെ ഇങ്ങനെ സെൽഫ് ഒപ്പുവെച്ച് തമ്പ് അഫിക്സ് ചെയ്ത് വെച്ച് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ അക്കൗണ്ട് അനുവദിക്കാൻ തുടരാം. Provide that where an individual is a prisoner in jail, the signature or thumb imprint shall be affixed in presence of the officer in charge of the jail. മറ്റത് ബാങ്ക് മാനേജർ ഉത്തരവാദപ്പെട്ട ഓതറൈസ്ഡ് ഓഫീസർ മുമ്പാകെയാണ്, ഇത് ഓഫീസർ ഇൻ ചാർജ് ഓഫ് ജയിൽ. ആൻഡ് ദ സെഡ് ഓഫീസർ ഷാൽ സർട്ടിഫൈ ദ സെയിം അണ്ടർ ഹിസ് സിഗ്നേച്ചർ ആൻഡ് ദ അക്കൗണ്ട് ഷാൽ റിമെയിൻ ഓപ്പറേഷണൽ ഓൺ ആനുവൽ സബ്മിഷൻ ഓഫ് ദ സർട്ടിഫിക്കറ്റ്. എല്ലാ വർഷവും ഇങ്ങനെ സർട്ടിഫിക്കറ്റ് ഓപ്പറേഷനാണ്. പ്രൂഫ് ഓഫ് അഡ്രസ് ഇഷ്യൂഡ് ബൈ ദ ഓഫീസർ ഇൻ ചാർജ് ഓഫ് ദ ജയിൽ. സബ്മിഷൻ ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രൂഫ് ഓഫ് അഡ്രസ്, അദ്ദേഹത്തിന് മുമ്പാകെ ഒപ്പ് ചെയ്യണം. പ്രൂഫ് ഓഫ് അഡ്രസ്, ആ ജയിലിന്റെ പ്രൂഫ് ഓഫ് അഡ്രസ് അവരെ മുമ്പാകെ സൈൻ ചെയ്യണം. അങ്ങനെ എല്ലാ വർഷവും ഇത് കൊണ്ടുപോകാണ്. അത് അല്ലാത്തവർ ബാങ്ക് ശാഖാ മാനേജർ മുമ്പാകെ വന്നിട്ടാണ് സൈൻ ചെയ്യുന്നത്. പ്രിസണർക്കാണെങ്കിൽ ജയിലിലൊരു ഓഫീസർ സർട്ടിഫൈ ചെയ്താൽ മതി. നോക്കൂ, എന്താണ് ഇതിന്റെ റെസ്ട്രിക്ഷൻസ്. അപ്പൊ ഇത് KYC ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ അക്കൗണ്ട് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. BSBDI അക്കൗണ്ടിൽ എത്ര പൈസ അടക്കാം, എത്ര എടുക്കാം, എത്ര വിഡ്രോ ചെയ്യാന്നുള്ള ഒരു റെസ്ട്രിക്ഷനും ഇല്ല BSBDI അക്കൗണ്ടിൽ. KYC വേണം അതിന്. ഇത് KYC ഇല്ലാത്തതുകൊണ്ട് ഇതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എന്താണ് ഫസ്റ്റ് റെസ്ട്രിക്ഷൻ? ദ അഗ്രിഗേറ്റ് ഓഫ് ഓൾ ക്രെഡിറ്റ്സ് ഇൻ എ ഫിനാൻഷ്യൽ ഇയർ ഡസ് നോട്ട് എക്സീഡ് ₹1 lakh. ഒരു വർഷം പല പ്രാവശ്യങ്ങളായി അടച്ച എല്ലാ ക്രെഡിറ്റും കൂടി 1 lakh കൂടാൻ പാടില്ല. 1 lakhൽ കൂടുതൽ ഒരു വർഷത്തിൽ അടക്കാൻ പാടില്ല. അറ്റ് എ ടൈം ആയാലും ശരി, പലപ്പോഴായാലും ശരി. അഗ്രിഗേറ്റ് ഓഫ് ഓൾ ക്രെഡിറ്റ്സ് ആണ്.
1 lakh എക്സീഡ് ചെയ്യാൻ പാടില്ല. ഇനി അഗ്രിഗേറ്റ് ഓഫ് വിഡ്രോവൽസ് എന്ന പെർ മന്ത് ആണത്. ആദ്യത്തേത് പെർ ഇയർ ആണ്, 1 ലക്ഷം എന്നുള്ളത് പെർ ഇയർ ആണ്. രണ്ടാമത്തേത് അഗ്രിഗേറ്റ് ഓഫ് ഓൾ വിഡ്രോവൽസ് ആൻഡ് ട്രാൻസ്ഫേഴ്സ് ഇൻ എ മന്ത് ഡസ് നോട്ട് എക്സീഡ് ₹10,000. 10,000 കൂടാൻ പാടില്ല വിഡ്രോവൽ പെർ മന്ത്. ഒരു മാസത്തെ വിഡ്രോവൽ പലപ്പോഴായിട്ടായാലും ഒറ്റ ടൈമിലായാലും 10,000 കൂടുതൽ ഒരു മാസം വിഡ്രോ ചെയ്യാൻ അനുവദിക്കില്ല. ഒരു വർഷം 1 ലക്ഷത്തിൽ കൂടുതൽ അടക്കാൻ പാടില്ല. അഗ്രിഗേറ്റ് വിഡ്രോവല് ഒരു മാസം 10,000 കൂടാൻ പാടില്ല. The balance at any point of time does not exceed ₹50,000. ഒരു സമയത്തും 50,000 കൂടുതൽ ബാലൻസ് ഉണ്ടാവാൻ പാടില്ല. Provided that this limit on balance shall not be considered while making deposit through government grants, welfare benefits and payment against procurements. 50,000 ഒരു ഘട്ടത്തിലും ബാലൻസ് കൂടാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നാൽ വല്ല ഗവൺമെന്റ് ബെനിഫിറ്റോ വെൽഫെയർ ബെനിഫിറ്റോ ഗവൺമെന്റ് ഗ്രാൻഡോ ഒക്കെ ആണെങ്കിൽ 50,000 എക്സീഡ് ചെയ്യാം, നോ പ്രോബ്ലം. കസ്റ്റമർക്ക് ഒരു കാരണവശാലും 50,000 കൂടുതൽ ബാലൻസ് ഉണ്ടാവാൻ പാടില്ല കസ്റ്റമർ പണം അടച്ചതിന്റെ വകയിൽ. എന്നാൽ ഏതെങ്കിലും സ്പെഷ്യലായിട്ട് ഗവൺമെന്റ് ഗ്രാൻഡോ ബെനിഫിറ്റോ ഉണ്ടെങ്കിൽ 50,000 എന്നുള്ള ലിമിറ്റ് എക്സീഡ് ചെയ്യാം. മറ്റതൊക്കെ എങ്ങനെയായാലും പറ്റില്ല. അതായത് 1 lakh ക്രെഡിറ്റ് വരാൻ പാടുള്ളൂ, 10,000 മാത്രമേ അഗ്രിഗേറ്റ് വിഡ്രോവൽ പെർ മന്ത് വരാൻ പാടുള്ളൂ, 50,000 ആയിരിക്കണം ബാലൻസ്. എന്നാൽ ഗവൺമെന്റ് ഗ്രാന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് ആനുകൂല്യം നൽകി 50,000 എക്സീഡ് ചെയ്താലും പ്രശ്നമില്ല. ഇതാണ് BSPയുടെ സ്മോൾ അക്കൗണ്ട്. BSPയുടെ സ്മോൾ അക്കൗണ്ട് ഫോറിൻ റെമിറ്റൻസ് പറ്റില്ല. ഒരു കാരണവശാലും വിദേശത്ത് നിന്ന് അയക്കുന്ന പണം ഇതിന് ക്രെഡിറ്റ് ചെയ്യാൻ പാടില്ല. ഈ അക്കൗണ്ട് 12 മാസമാണ്. ദ അക്കൗണ്ട് ഷാൽ റിമെയിൻ ഓപ്പറേഷണൽ ഇനീഷ്യലി ഫോർ എ പീരീഡ് ഓഫ് 12 months. 12 മാസമേ പറ്റുള്ളൂ. ഈ 12 മാസത്തിനകം ഏതെങ്കിലും ഒഫീഷ്യൽ വാലിഡ് ഡോക്യുമെന്റിന് അപേക്ഷിച്ച് വാങ്ങി നൽകണം. ഇല്ല എങ്കിൽ ഒഫീഷ്യൽ വാലിഡ് ഡോക്യുമെന്റിന് അപ്ലൈ ചെയ്തതിന്റെ അക്നോളജ്മെന്റ് ഹാജരാക്കിയാൽ വീണ്ടും ഒരു 12 മാസം നീട്ടിക്കൊടുക്കും. ദ അക്കൗണ്ട് ഷാൽ റിമെയിൻ ഓപ്പറേഷണൽ ഇനീഷ്യലി ഫോർ എ പീരീഡ് ഓഫ് 12 months which can be extended for a further period of 12 months, 24 months maximum. Provided അങ്ങനെ അഡീഷണൽ 12 മാസം കൊടുക്കണമെങ്കിൽ പ്രൊവൈഡ് ദ അക്കൗണ്ട് ഹോൾഡർ അപ്ലൈസ് ആൻഡ് ഫർണിഷ് എവിഡൻസ് ഓഫ് ഹാവിംഗ് അപ്ലൈഡ് ഫോർ എനി ഓഫ് ദ ഒഫീഷ്യൽ വാലിഡ് ഡോക്യുമെന്റ്സ് ഡ്യൂറിംഗ് ദി ഫസ്റ്റ് 12 month ഓഫ് ദ ഓപ്പണിംഗ് ഓഫ് ദ സെഡ് അക്കൗണ്ട്. ഇനീഷ്യലി ഫോർ എ 12 months ആണ്. ആ 12 monthsനകത്ത് ഒന്നുകിൽ OVD ഹാജരാക്കി തുടരാം, സാധാരണ അക്കൗണ്ടാക്കി മാറ്റിയിട്ട് തുടങ്ങാം. അല്ല എങ്കിൽ ഈ 12 മാസത്തിനകത്ത് ഏതെങ്കിലും ഒരു ഒഫീഷ്യൽ വാലിഡ് ഡോക്യുമെന്റിന് അപേക്ഷിച്ചതായിട്ടുള്ള അക്നോളജ്മെന്റ് ഹാജരാക്കിയാൽ വീണ്ടും ഒരു 12 മാസം നീട്ടിക്കൊടുക്കും, മാക്സിമം 24 months. നോക്കൂ, ഈ അക്കൗണ്ടുകൾ കോർ ബാങ്കിങ് സൊല്യൂഷൻസ് നടപ്പിലാക്കിയ ശാഖകളിൽ മാത്രമേ തുടങ്ങാൻ പാടുള്ളൂ. കാരണം നമുക്ക് ഫോറിൻ റെമിറ്റൻസ് ബ്ലോക്ക് ചെയ്യാൻ കഴിയണം. ഫോറിൻ റെമിറ്റൻസ് അക്കൗണ്ട് വരുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയണം. അല്ല എങ്കിൽ ഇനി CBS നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ആ ബാങ്കിൽ ഒരു സിസ്റ്റം ഉണ്ടായിരിക്കണം. മാനുവൽ ആണെങ്കിൽ ചെയ്യുന്നത് ഫോറിൻ റെമിറ്റൻസ് ഈ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയുന്ന സംവിധാനം ഉണ്ടാകണം. സച്ച് അക്കൗണ്ട് ആർ ഓപ്പൺഡ് ഓൺലി അറ്റ് കോർ ബാങ്കിങ് സൊല്യൂഷൻ CBS ലിങ്ക്ഡ് ബ്രാഞ്ചസ് ഓർ ഇൻ എ ബ്രാഞ്ച് where it is possible to manually monitor and ensure that foreign remittance are not credited to the account. അതുകൊണ്ടാണ് ഫോറിൻ റെമിറ്റൻസ് വരുന്നില്ല എന്ന് ഉറപ്പുവരുത്താനാണ് CBS ബ്രാഞ്ച് വേണമെന്ന് പറഞ്ഞത്. CBS നമുക്കത് ബ്ലോക്ക് ചെയ്യാം. ഇല്ല എങ്കിൽ അത് മോണിറ്റർ ചെയ്യാനും അങ്ങനെ അക്കൗണ്ടിൽ ഇൻഷുർ ചെയ്യാനും, ഫോറിൻ റെമിറ്റൻസ് വരുന്നില്ല എന്ന് ഇൻഷുർ ചെയ്യാനും കഴിയണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 3 അക്കൗണ്ട് ഞാൻ പറഞ്ഞു: BSBD അക്കൗണ്ട്, PMJDY അക്കൗണ്ട്, BSPDA സ്മോൾ അക്കൗണ്ട്. ഇപ്പോൾ ഇത് മനസ്സിലായിരിക്കുമെന്നാൽ ഇനി ഇതിൽ സംബന്ധിച്ച് കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. PSBD എന്ന് പറഞ്ഞാൽ മിനിമം ബാലൻസ് ഇല്ലാത്ത RBI ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. ഓഗസ്റ്റ് 17, 2012 RBI ആവിഷ്കരിച്ചത്. എന്നാൽ PMJDY ആവിഷ്കരിച്ച് നടക്കുന്നത് 28/8/2014 BSBD അക്കൗണ്ട് സ്കീം ഉപയോഗിച്ചുകൊണ്ട് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടും, എല്ലാവർക്കും ക്രെഡിറ്റും, എല്ലാവർക്കും മൈക്രോ ഇൻഷുറൻസ് പദ്ധതികളും, എല്ലാവർക്കും പെൻഷനും DBT സ്കീമും ഒക്കെ നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടുള്ള ഒരു ഗവൺമെന്റ് മിഷനാണ് PMJDY. രണ്ടും സമാനം തന്നെയാണ്. എല്ലാ BSBD അക്കൗണ്ടും PMJDY അക്കൗണ്ട് ആവണമെന്നില്ല. എന്നാൽ എല്ലാ PMJDY അക്കൗണ്ടും തീർച്ചയായും BSBD അക്കൗണ്ട് ആയിരിക്കും. BSBDക്ക് മിനിമം 4 വിഡ്രോവൽസ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഒരു ATM ഡെബിറ്റ് കാർഡ് ഫ്രീ ഓഫ് കോസ്റ്റ് കൊടുക്കണം. ക്യാഷ് അടക്കാൻ പറ്റണം, വിഡ്രോ ചെയ്യാൻ പറ്റണം. 4 വിഡ്രോവലേ ഫ്രീ കൊടുക്കേണ്ടതുള്ളൂ. മിനിമം 4 കൊടുത്തിരിക്കണം. മറ്റൊരു അക്കൗണ്ട് ഉണ്ടാവാൻ പാടില്ല. ഉണ്ടെങ്കിൽ 30 ഡേയ്സിനുള്ളിൽ ക്ലോസ് ചെയ്യണം. സ്മോൾ അക്കൗണ്ട് റെസ്ട്രിക്ഷൻ ആണ്. പിന്നെ സ്മോൾ അക്കൗണ്ട് റെസ്ട്രിക്ഷൻ ഉണ്ട്. 10,000 കൂടുതൽ ഒരു മാസം വിഡ്രോ ചെയ്യാൻ പറ്റില്ല. 1,00,000 കൂടുതൽ ഒരു വർഷം ക്രെഡിറ്റ് വരാൻ പാടില്ല. ബാലൻസ് അറ്റ് എനി പോയിന്റ് does not exceed 50,000. ഒരു കാരണവശാലും 50,000 കൂടാൻ പാടില്ല.
സ്മോൾ അക്കൗണ്ടിന് നോ KYC റൂൾ ഇസ് അപ്ലൈഡ്. KYC റൂൾ ഒന്നും സ്മോൾ അക്കൗണ്ടിന് ബാധകമല്ല. എന്നാൽ BSPD അക്കൗണ്ടിന് KYC റൂൾ ബാധകമാണ്. എല്ലാം മനസ്സിലായിട്ട് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. ഇനി ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. വളരെ ചെറിയൊരു സബ്ജക്റ്റ് ആണ്. താങ്ക് യു.